ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ കൊച്ചിനിലേക്ക് പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകത നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ള് ഫ്ലൈറ്റിലായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് സെക്ടർ ഗോവയാണ്, ഡൽഹി ഗോവയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗോവയിൽ ഇപ്പോൾ 2 എയർപോർട്ടാണ് ഉള്ളത്. സൗത്തിലും നോർത്തിലുമായിട്ട് 2 എയർപോർട്ടാണ് ഉള്ളത്. നമ്മൾ നോർത്ത് ഗോവയിലേക്കാണ് പോകാൻ പോകുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എയർപോർട്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. മോർണിംഗ് 8 o'clock ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊച്ചി എത്തുമ്പോഴേക്കും നൈറ്റ് ആവും. നൈറ്റ് ഒരു 9:30 10 o'clock ആകുമ്പോഴേ കൊച്ചിയിലെത്തത്തുള്ളൂ. കാരണം 3 സെക്ടറിലാണ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. ഡൽഹി, ഗോവ, ബാംഗ്ലൂർ, കൊച്ചി. നമ്മുടെ ഫ്ലൈറ്റ് ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ഫ്ലൈറ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ഹായ്, മോർണിംഗ്. സോ വി ആർ ഇൻസൈഡ് ആകാശ് അയർ. നമ്മൾ ഫ്ലൈറ്റ് ബോർഡായി കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റിൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോൺ കീപ്പ് ചെയ്യാൻ വേണ്ടി വേണ്ടി സെറ്റപ്പ് ഉണ്ട്. ഇവിടെ വെച്ച് നമുക്ക് സിനിമ കാണണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് സിനിമ കാണാം. നമ്മുടെ ഫ്ലൈറ്റ് ഗോവയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കപ്പിൾസ് ആട്ടോ കൂടുതൽ ഫ്ലൈറ്റിലുള്ള കണ്ടോ. അവിടെ കുറേ പേരൊന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ടാക്സിങ് ആയി. ഈ സീറ്റിൽ നിന്നൊക്കെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ എൻജിൻ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. എൻജിൻ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. भारत सरकार कुर्सी सीधी रखें और विंडो शेड खुला रखें. हम आपकी सुखदिया. എനിക്ക് തോന്നുന്നു ഈ സൈഡാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ വരുന്നത് കേട്ടോ. എത്തിയാതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എത്തിയാതെ സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. Devices etc. on board this aircraft is strictly prohibited. അപ്പോൾ ഫോഗ് ആയതുകൊണ്ട് വിസിബിലിറ്റി തീരെ കുറവാട്ടോ. നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന ഫ്ലൈറ്റൊന്നും അത്ര കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല കണ്ടോ. നല്ല ഫോഗി അറ്റ്മോസ്ഫിയറാണ്. നല്ല മിസ്റ്റിയർ അറ്റ്മോസ്ഫിയറാണ് മോർണിംഗ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ ഈ കാണുന്ന ഫുള്ള് ചാർട്ടർ ഫ്ലൈറ്റ്സ് ആട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് ചാർട്ടർ ഫ്ലൈറ്റ് ടെർമിനലാണെന്ന് തോന്നുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ആ റൺവേയിലേക്ക് എൻ്ററായി കണ്ടോ. കാണുന്നതാണ് റൺവേ. ഇപ്പം നമ്മൾ ടേക്ക് ഓഫ് ചെയ്യും. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകാട്ടോ. ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട് വിസ്താരയുടെ. നല്ല ഫോഗി ആട്ടോ. ഫോഗി ആയതുകൊണ്ട് നമുക്ക് വിഷ്വൽസ് അത്ര ക്ലിയർ അല്ലാത്ത എയറിൻ്റെ ഒരു ഫ്ലൈറ്റ്. അതൊക്കെ വെയിറ്റ് കിടക്കുക. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകാൻ വേണ്ടിയാണ് കണ്ടോ. ഇതാണ് നമ്മുടെ ഡൽഹി സിറ്റി. നമ്മുടെ ഫ്ലൈറ്റ് ടേൺ ചെയ്യേണ്ടിരിക്കുകയാണ്. ചരിഞ്ഞ് പോകട്ടോ. നല്ല രസമാണ്. നമ്മളൊരു 2 മണിക്കൂർ 15 മിനിറ്റാണ് നമ്മുടെ ഗോവയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിഷ്വൽസ് കുറച്ച് ക്ലിയർ ആകും. കാരണം അപ്പോഴേക്കും ഫോഗൊക്കെ ഒന്ന് മാറും. ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ആംഗിൾ നോക്കി നമ്മുടെ എൻജിൻ റൺ ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടി മേളിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മുടെ ആ ബിൽഡിങ്സിൻ്റെയൊക്കെ ഹെഡ് മാത്രം മഞ്ഞിൻ്റെ മേലിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ.
ആണ്. നമ്മൾ വിമാനം പറക്കുമ്പോഴത്തേക്ക് എൻജിൻ കറങ്ങുന്ന നാട്ടിലും കണ്ടോട്ടാ. നമ്മുടെ മേഘങ്ങൾ പോകുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. ഈ ഫ്ലൈറ്റ് ട്രാവൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് വ്യൂ ആണിത്. ആ ഒരു ലൈൻ കണ്ടോ. പക്ഷേ നമ്മളെ ഡിഫറൻഷ്യേറ്റ് അറിയാൻ പറ്റും, എത്രയ്ക്ക് സൂപ്പറാണ്. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഈ ഒരു സണ്ണി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടത്തുള്ളൂ. ഈ ഐസ് ബർഗൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി പോകത്തില്ലേ, അതുപോലത്തെ ഒരു വ്യൂ ആണിത്. ഇതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ക്രീമി ടൊമാറ്റോ പാസ്ത. ഇപ്പം നമ്മുടെ പുതിയ ഗോവ എയർപോർട്ടിൽ വന്നിരിക്കുക കേട്ടോ. എന്തിനാ വലിച്ചിട്ട് പോകും. ഒരു മണി. അപ്പോൾ നമ്മൾ ഗോവ എയർപോർട്ടിൽ ലാൻഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോവ എയർപോർട്ട് കേട്ടോ, പുതിയ എയർപോർട്ട്. ഈ കാണുന്ന അറൈവലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് നമ്മുടെ ഗോവയിലെ പുതിയ എയർപോർട്ട് കേട്ടോ. നൈസൊരു എയർപോർട്ട്, നൈസ് ആംബിയൻസ് ആണ്. ചെറുതാണ് പക്ഷേ സൂപ്പർ ലുക്കാണ്. അത് സൂപ്പറായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം വർക്കാണ് എയർപോർട്ടിൻ്റെ. എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള സെറ്റപ്പ് കേട്ടോ, നൈസല്ലേ. പൊളി ആംബിയൻസ് ആണ് എയർപോർട്ട്. ഇപ്പോൾ കുറച്ച് സമയമുള്ളൂ നമ്മളിവിടെ. അപ്പോൾ മാക്സിമം കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കാം. നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് 1 മണിക്കാണ്. ചെറിയ എയർപോർട്ടാണെങ്കിലും എൻ്റെ മോനെ ആംബിയൻസ് വേറെ ലെവലാണ്. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അറൈവൽ എന്ന് പറയുന്നത്. ഉണ്ടോ, തൊട്ടപ്പുറത്ത് കാണുന്ന ബീച്ചാട്ടോ. ഇതാണ് എയർപോർട്ടിൻ്റെ പിക്കപ്പും പാർക്കിംഗ് ഒക്കെ വരുന്ന ഏരിയ കേട്ടോ. എല്ലാം നല്ല കിടിലൻ സ്റ്റാൻഡേർഡിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് കിടിലൻ ഗാർഡനാട്ടോ എയർപോർട്ടിൻ്റെ. നോക്കി, ഇവിടെയൊക്കെ പുതിയ ബിൽഡിങ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ളും കവർ ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. ഉണ്ടോ, ചില്ല് ചെയ്യാൻ പറ്റിയ എയർപോർട്ട്. നോക്കി, സൂപ്പറല്ലേ. ബിൽഡിങ്ങിനൊക്കെ അവർ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് നോക്കി, സൂപ്പറല്ലേ കാണാനായിട്ട്. അടിപൊളി എയർപോർട്ട്. കുറച്ച് സമയം കിട്ടിയുള്ളൂ, ഒരു 1 hour 1.5 hour കിട്ടിയുള്ളൂ. പക്ഷേ മാക്സിമം നമ്മൾ നടന്ന് കണ്ട്. ഇതാണ് നമ്മുടെ ഡിപ്പാച്ചർ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാം എയർപോർട്ടിൽ ഡിജി യാത്ര ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ഇല്ലാണ്ട് തന്നെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാം. ഇതാണ് ഡിജി യാത്ര കൗണ്ടർ കേട്ടോ. നമ്മളകത്ത് കയറി കേട്ടോ. ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ ഡിപ്പാച്ചർ ഹോള്. അപ്പോൾ നമ്മൾ ഗോവ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. നെക്സ്റ്റ് ബാംഗ്ലൂർക്ക് നമ്മൾ ഗോവ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ്, നേരെ ബാംഗ്ലൂർക്ക് പോകണം. ഇത് നമ്മുടെ ഏറ്റവും പുതിയ ഗോവ എയർപോർട്ടാണ്. അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ആട്ടോ. നമ്മൾ ശരിക്കും ഗോവയിൽ ഇനി വരുവാണെന്നുണ്ടെങ്കിൽ ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണം. മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. പുതിയ എയർപോർട്ടാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എയർപോർട്ടാണ്. ഇവിടെ ആകാശങ്ങൾ വേറെ ഏതോ ഫ്ലൈറ്റും ബോർഡിങ് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗോവയിലെ പീസ്ഫുൾ ആയിട്ടുള്ള എയർപോർട്ടിൽ നിന്ന് യാത്ര പറയുകയാണ്. പോലെ ഈ ഫ്ലൈറ്റിൽ ചാർജിൻ്റെ പോയിന്റ് ഇല്ല കണ്ടോ. അവിടെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത ഫ്ലൈറ്റ്സിലൊക്കെ ഉണ്ടായിരുന്നു. ചില ഫ്ലൈറ്റിലൊന്നും ചാർജിങ് പോയിന്റ് ഇല്ല കേട്ടോ.
എൻ്റെ ക്യാമറയ്ക്കും ഫോണിനൊന്നും ചാർജ് ഇല്ല. എപ്പോഴാണ് ഇത് ഓഫാകാമെന്ന് അറിയത്തില്ല. കുറച്ച് ഞാൻ എസ് ചാർജ് ചെയ്തായിരുന്നു. ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്തു. നമ്മളിതാ റൺവേയിലേക്ക് കയറുവാണ്. അവിടെ ലൈറ്റ്സൊക്കെ ഫുൾ ഓണായി. ഓക്കെ, നമുക്ക് ആ എയർപോർട്ടിൻ്റെ വ്യൂ ഇപ്പോൾ കാണാൻ പറ്റും കേട്ടോ. ടെർമിനലിൻ്റെ അവിടെ ചെറിയ എയർപോർട്ടാണ് ഇത്, അത്രയും വലിപ്പമുള്ള എയർപോർട്ട്. പക്ഷേ അവർ ചെയ്ത് വെച്ചിരിക്കുന്ന വേറെ ലെവലാട്ടോ. നമ്മുടെ ഈ ഒരു എയർപോർട്ടിൽ ഫ്ലൈ 91 ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയൊരു എയർലൈനാണ്. പിന്നെ അതും ആകാശം കേട്ടോ. രണ്ടും പുതിയ എയർലൈൻസാണ്. രണ്ടും ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എയർബോൺ ഫ്ലൈറ്റ് പൊങ്ങി. നമ്മുടെ ഈ ഒരു എയർപോർട്ടിൻ്റെ വ്യൂ സൂപ്പറാട്ടോ. അവിടെ കണ്ടോ ഫുള്ള് ഗ്രീനറിയാണ്. നമ്മൾ ഡൽഹി കണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും എൻ്റെ ഒരു ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പാണ്. ഫുള്ള് ഗ്രീൻ ഉണ്ടാവും. ഇത് കേരളം പോലെ തന്നെ നമുക്ക് തോന്നുന്ന ഒരു ലാൻഡ്സ്കേപ്പാണ് നമ്മുടെ ഗോവയിലെ. കണ്ടോ, പൊളിയല്ലേ? നല്ല രസമാട്ടോ കാണാനായിട്ട്. നമ്മൾ ലാൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചാണ് വിഷ്വൽസൊക്കെ. ബിൽഡിങ്സ് ഇതിൽ കുറവാട്ടോ. ഫുള്ള് ഗ്രീനറിയും കാര്യങ്ങളൊക്കെയാണ്. വളരെ റെയറായിട്ടാണ് ടൗൺസൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. നല്ലൊരു സ്പേസ് ഉണ്ടല്ലോ. ഫുൾ കൃഷിയും സംഭവങ്ങളൊക്കെ താഴത്ത് കാണുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പാടവും കൃഷിയൊക്കെ ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ബീച്ചാണ്. നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് വരുന്നത്. ഇതാട്ടോ നമ്മുടെ ലഞ്ച് ഇന്നത്തെ. നമ്മുടെ ഫ്ലൈറ്റ് തൊട്ട് താഴത്തൊരു ഇന്ത്യ ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്നിട്ട് വേറൊരു ഫ്ലൈറ്റ് കണ്ടുണ്ടോ? അതാണ് സംഭവം. കണ്ടോ, ചെറിയൊരു ഫ്ലൈറ്റ് താഴോട്ട് പോകുന്നുണ്ട്. അടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോകുന്ന തോന്നുന്നത്. ആ ഫ്ലൈറ്റിൻ്റെ വിങ് ഷേക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ടർബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്ലൈറ്റ് നല്ലോണം ഷേക്ക് ചെയ്യുന്നുണ്ട്. നല്ല ടർബുലൻസ് കേട്ടോ. നോക്കി, ഫ്ലൈറ്റിൻ്റെ വിങ് ഷേക്ക് ചെയ്യുന്നുണ്ടോ കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളതാണ് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. ഫുള്ള് ഗ്രീനറിയാണ്. ഓക്കെ, ഫുള്ള് മരവും ചെടിയും നല്ലൊരു ആംബിയൻസ് ആട്ടോ. അതൊക്കെ തന്നെ സ്റ്റാർബക്സ് ആണ്. അപ്പോൾ സബ്വേയൊക്കെ ഉണ്ട്. ഓക്കെ, ക്ലോത്തിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. കൂടുതലും ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. സ്നാക്സിൻ്റെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. എല്ലാം ഫുള്ള് മരത്തിൻ്റെ ഉള്ളിലാട്ടോ. ഫുള്ള് കാടും ചെടിയൊക്കെ. കഫേ കോഫിയുടെ ഉണ്ട്. കൊള്ളാം കേട്ടോ, സൂപ്പർ. അത് നല്ലൊരു ആംബിയൻസ് അല്ലേ? ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഫുള്ള് മരവും ചെടിയൊക്കെ വെച്ച് അടിപൊളിയാക്കുന്നുണ്ട്. പിന്നെ സ്മോക്കിംഗ് ഏരിയ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഒന്ന് സ്മോക്ക് ചെയ്യാം, ചായ കുടിക്കാം. അടിപൊളി. നടന്ന് കാണാൻ മാത്രമുണ്ട് കേട്ടോ. നീ നോക്കാം, അവിടെ നിന്ന് പോയിട്ടിരുപ്പാ. നീക്ക് ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. എവിടെ പോയി നോക്കട്ടെ. ഫുള്ള് വെറൈറ്റി ചെടികളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. T1 നമ്മൾ വന്നു. നമ്മൾ T2ലേക്ക് പോകാൻ പോകണം. T2 ഇവിടുത്തെ ഏറ്റവും പുതിയ ടെർമിനലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് T2 പോകാനായിട്ട് ഷട്ടിൽ സർവീസ് ഉണ്ട്. നമുക്കതിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എയർപോർട്ടിൻ്റെ സർവീസാണത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് T2 പോകാം. ഇവിടുന്നാണ് ഷട്ടിൽ സർവീസ്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഷട്ടിൽ സർവീസ് കേട്ടോ. T2 പോകാൻ പോവാണ്. T2 ടെർമിനൽ 1 and 2.
അങ്ങോട്ടാട്ടോ. നമ്മുടെ എയർപോർട്ടിൻ്റെ തന്നെ സർവീസാണിത്. വണ്ടി T1 നിന്ന് എടുത്തിട്ടുണ്ട് T2ലേക്ക്. T2യിലോട്ട് പോകുന്ന വഴിയാട്ടെ കാണുന്നത്. കൊള്ളയല്ലേ T2. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ T2യിലോട്ട് എത്തിയതാണ്. പുതിയ ടെർമിനലാണ്. ഓക്കെ, അടിപൊളിയാണ്. വെയിലിൽ വരെ ചെടി വെച്ചിരിക്കുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ താഴത്തേക്ക് കൊണ്ടുവരും. വെയിലിൽ ക്രെയിനാണ് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ T2 ടെർമിനൽ. കണ്ടോ, മെയിലൊക്കെ ഫുള്ള് മരവും ചെടിയൊക്കെ വെച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഹാങ് ചെയ്തിട്ടിരിക്കും കേട്ടോ. ഒക്കെ വെള്ളം ഒഴിക്കണമെങ്കിൽ താത്തും ആ റോപ്പ് കാണില്ലേ, ആ റോപ്പ് വഴി താഴത്ത് ഇറക്കിയിട്ടാണ് ഫുള്ള് വാട്ടർ ചെയ്യുന്നത്. ഓക്കെ, എമിറേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റാർ എയർ. ഓക്കെ, കണ്ടോ, നൈസ് ലുക്ക് അല്ലേ. അടിപൊളി ടെർമിനലാണ് കേട്ടോ. അത് ഏറ്റവും പുതിയ ടെർമിനലാണ് നമ്മുടെ ബാംഗ്ലൂരിൻ്റെ. ഫുള്ള് വേറെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ ഫിനിഷ് അല്ലേ, കണ്ടോ, സൂപ്പർ ടെർമിനലാണ്. കുറേ പ്ലാന്റ്സൊക്കെ ആർട്ടിഫിഷ്യലാണ്, പക്ഷെ മെയിലിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സൊക്കെ നാച്ചുറൽ പ്ലാന്റാണ്. ഓക്കെ, ഫുള്ള് ചെടി കേട്ടോ, ഫുള്ള്. T2യിലെ കാഴ്ചയൊക്കെയാണ്. നമ്മൾ തിരിച്ച് T1ലോട്ട് പോവുകയാണ്. T1 നിന്നാണ് നമ്മുടെ ശരിക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. ഡിയാലിൽ വന്നിട്ട് ചായ കുടിക്കാതിരിക്കും കേട്ടോ. ബാറ്ററി ഇപ്പോൾ തീരുമല്ലോ. ചാർജ് ചെയ്യാം. നമുക്ക് നൈറ്റ് അതിന് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അത്ര സമയം നമ്മൾ എയർപോർട്ടിൽ തന്നെയാണ്. എത്ര മണിക്ക് മുമ്പ് കാണിക്കാം? 8:40 വരെ. ഇപ്പോൾ സമയം ടൈം 6 മണിയായി. നമുക്ക് നൈറ്റ് 8:45 ആകുമ്പോൾ ഫ്ലൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുവരെ നമ്മൾ എയർപോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗിൽ ലാസ്റ്റ് സെക്ടർ ആയിട്ടുള്ള ബാംഗ്ലൂർ ടു കൊച്ചി ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഞാനധികം വിഷ്വൽസൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിന്നറൊക്കെ എത്തിയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ദിസ് സുധീഷ് സൈനിങ് ഔട്ട് ഫ്രം വ്ളോഗ് മലയാളം.